ആഴങ്ങളിൽ. ആഴമേറിയ കടലിന്റെ ആഴങ്ങളിൽ തൊട്ടറിഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശി ജോസഫ് മോറിസ്. കഠിനാധ്വാനിയായ മത്സ്യത്തൊഴിലാളിയാണ് ഇദ്ദേഹം. നിരവധി അനുഭവങ്ങളിലൂടെയാണ് ജോസഫ് മോറിസ് കടന്നുപോയിട്ടുള്ളത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുന്നു ജോസഫ് മോറിസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് മോറിസ്. എൻ്റെ വിളിപ്പേര് ഔസേപ്പ് കന്നേട്ട. എല്ലാവരും വീട്ടിൽ ഔസേപ്പ് എന്ന് വിളിച്ച് നാട്ടുകാർ മൊത്തം ഔസേപ്പ് എന്നേ അറിയത്തുള്ളൂ. സ്കൂളിലെ പേര് ഒരുമാതിരിപ്പെട്ടവർക്കേ അറിയത്തുള്ളൂ. എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർക്കും അങ്ങനെയുള്ളവർക്കേ അറിയത്തുള്ളൂ. ഞാൻ ജനിച്ചത് ശക്തികുളങ്ങര. എൻ്റെ അപ്പൻ്റെ പേര് ആൻ്റണി, അമ്മയുടെ പേര് മേരി. ഞങ്ങൾ 7 മക്കളായിരുന്നു. അത് 4 ആൺമക്കളും 3 പെൺമക്കളും. അതായത് എൻ്റെ മൂത്ത 2 ചേച്ചിമാരും എൻ്റെ ഇളയതൊരു സഹോദരിയും, പിന്നെ അതിന് താഴോട്ട് 3 അനിയന്മാർ. അപ്പം ഞാൻ വളർന്നു വന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് കുടുംബത്തില്ലായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ബോട്ട് കൊച്ചിയിൽ പിടിച്ച് കത്തിച്ച് കളഞ്ഞു. 5ാം ക്ലാസ്സിലാണ്ട് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അവർ അങ്ങനെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ മൂത്ത ചേച്ചിമാരെ കെട്ടിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ അപ്പൻ്റെ കൂടെ ആദ്യമേ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ സമയത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ അപ്പൻ്റെ കൂടെ കടലിപ്പാനായിട്ട് പോയി. അങ്ങനെ പോയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ പണിക്ക് പോയിട്ട് പിന്നെയും പഠിക്കാൻ പോയിട്ട് 8ാം ക്ലാസ് വരെ പഠിച്ചു. 8ാം ക്ലാസ് വരെ പഠിച്ച് പഠിത്തത്തിന് അത്ര മോശമല്ലായിരുന്നു. എങ്കിലും ആവറേജ് മാർക്ക് എൻ്റെ കൂടെ പഠിച്ച ഒരു എഞ്ചിനീയറും ഡോക്ടർമാരും എന്നോട് പഠിച്ച ആൾക്കാരൊക്കെ അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഞാൻ അവിചാരിതമായിട്ട് വീണ്ടും കടലിലെ പണിക്ക് പോകേണ്ടതായിട്ട് വന്നു പറഞ്ഞാൽ കുടുംബത്തെ ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ മൂത്ത സഹോദരിമാരെ കെട്ടിച്ച് കഴിഞ്ഞപ്പോഴുള്ള ബുദ്ധിമുട്ടും പിന്നെ എൻ്റെ ഇളയ സഹോദരിയെ കെട്ടിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ അപ്പനെ സഹായിക്കാനെന്നുള്ള ഒരു നിലയിൽ ഞാനും ആ ജോലിയിലോട്ട് ഇറങ്ങി. കുടുംബത്തെ നോക്കി അങ്ങനെ പിന്നെ ഈ കൊച്ചിലെ തന്നെ ബോട്ടിൽ സ്ട്രാങ്കായിട്ട് 18-19 വയസ്സായപ്പോഴേ തന്നെ ഞാൻ സ്ട്രാങ്കായിട്ട് പോകാൻ തുടങ്ങി. ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചെറിയ ബോട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കൈകൊണ്ട് വലിച്ചു കയറ്റുന്ന അന്ന് ബോർഡും മലയൊക്കെ കൈകൊണ്ട് വലിച്ചു കയറ്റണം. അങ്ങനെയുള്ള രീതിയിൽ പണിക്ക് പോയിട്ടാണ് പിന്നെ വലിയ ബോട്ടിലോട്ട്. ഒരു വർഷം ഞാൻ വലിയ ബോട്ടിൽ ഡക്കാറ്റിനായിട്ട് പണിക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ സ്ട്രാങ്കായിട്ടാണ് പോയത്. ഞാൻ വിശ്വാസത്തിൽ അവിശ്വാസമൊന്നുമില്ല. എല്ലാം ദൈവത്തിനെ മുൻനിർത്തിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പള്ളിയിൽ ഞായറാഴ്ച അന്ന് ഡെയിലി പള്ളി പോലെ അന്ന് നമ്മൾ അങ്ങനെ ഡെയിലി പള്ളി പോകാൻ പറ്റത്തില്ല. അപ്പം ഞായറാഴ്ച മുടങ്ങാതെ എല്ലാ ബലികളിലും നമ്മൾ പങ്കെടുക്കും. പിന്നെ കടലിൽ പോകുന്ന സമയത്ത് ദൈവത്തിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥനയോട് കൂടി തന്നെയാണ്. അപ്പം കടലിൽ പോകുന്നതല്ലേ, എല്ലാ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ ദൈവത്തിനെ മുൻനിർത്തിയേ നമ്മൾ എന്ത് കാര്യവും ചെയ്യാറുള്ളൂ. ദൈവം തന്നെയാണ് എല്ലാം. അവിടുന്ന് പരിശുദ്ധ അമ്മ വഴിയായിട്ടുള്ള നമ്മുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ കടലിൽ പോകുന്നതും തിരിച്ചു വരുന്നത് വരെയുള്ള പ്രാർത്ഥന. ദൈവം എന്നെ ഇതിനകത്ത് ഒരിക്കലും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അന്ന് പിന്നെ കുടുംബത്തെ കഷ്ടപ്പാടിൽ ഞാൻ പഠിക്കാൻ പോവുമായിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്ത് അന്ന് ഉയർച്ച ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ ഇതിനായിട്ട് ഇറങ്ങിയതുകൊണ്ടാണ് ആ കുടുംബത്തിനൊരു ഭദ്രത വന്നതും ഞാൻ ഇന്നീ നിലയിലെത്തിയതും. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരുപാട് നന്മകൾ എനിക്ക് ഈ കടലിൽ പോയത് എനിക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിവിടം വരെ എത്തിയത്. ഈ ചെറിയ ബോട്ടിൽ നിന്ന് വലിയ ബോട്ടിലോട്ട് പോകുന്ന അതൊരു അനുഭവം ആണെന്ന് ഞാൻ ഈ അവിചാരിതമായിട്ടാണ് അന്ന് ഞാൻ പോയ ബോട്ട് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ തന്നെ അവർ ബോട്ട് കെട്ടഴിച്ചു വിട്ട് പോയപ്പോൾ ഞാൻ അങ്ങനെ അന്ന് ഈ ചോറ്റുപാത്രമായിട്ട് കടലിൽ പോകുന്ന ഒരു അനുഭവമാണ്. അന്ന് ചോറ്റുപാത്രം വീട്ടിൽ നിന്ന് ചോറ്റുപാത്രമായിട്ടാണ് അന്ന് കടലിൽ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൊച്ചുപ്പ ഒരു വലിയ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അപ്പൻ്റെ അനിയൻ സ്ട്രാങ്കായിട്ട് പോവുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താടാ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ വന്നപ്പം ബോട്ടങ്ങ് പണിക്ക് പോയി. അന്ന് നീ എൻ്റെ കൂടെ പണിക്ക് പോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുപ്പയുടെ കൂടെ അന്ന് ഞാൻ ബോട്ടിൽ കയറി കടലിൽ പോയി.
അങ്ങനെ ഫസ്റ്റ് വല ഇട്ടപ്പോൾ തന്നെ അന്ന് കരിക്കാടി സമയമാണ്. കരിക്കാടി 5 മിനിറ്റ് വലിച്ച് കാണത്തില്ല. അപ്പോൾ ആ വലയിൽ ചരക്ക് കയറിയിട്ട് വല മുറിഞ്ഞു പോയി. അങ്ങനെ ഒരു അനുഭവം, അന്നാദ്യത്തെ ഒരു അനുഭവമാണത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ വലയിട്ട്, അന്ന് ഈ കോട്ടൺ വലയാണ് വലിക്കുന്നത്. ഇന്നത്തെ കണക്ക് വലിയ ബലമുള്ള വലയല്ല. ഇന്ന് ടർലിൻ വലയല്ലേ. അന്ന് കോട്ടൺ വല, അത് ഈ കറമുക്കിയൊക്കെ എടുക്കുന്ന നൂല് കെട്ടിയെടുക്കുന്ന വലയാണത്. പിന്നെ അടുത്ത വലയിട്ട് കൊച്ചുപ്പ വന്ന് റോപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ടെന്ന് ഒരു ബീഡി വലിക്കുന്ന കൊച്ചുപ്പ ഒരു ബീഡി വലിച്ച് തീർന്നതിന് ഞാൻ പറഞ്ഞു, കൊച്ചുപ്പ റോപ്പ് എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ വലയെടുത്തപ്പോൾ അന്ന് ബോട്ട് നിറച്ച് കരിക്കാടിയുമായിട്ട് അന്ന് ബോട്ടുകാർ വന്നു. അങ്ങനെയാണ് എനിക്ക് ആദ്യമേ വലിയ ബോട്ടിൽ പോകുന്ന ഒരനുഭവം ഉണ്ടായത്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അപകടം ആദ്യമേ ഒരു തലശ്ശേരിയിൽ ബോട്ട് ആങ്കർ ചെയ്ത് ഞങ്ങൾ പണിയുന്ന സമയമാണ്. അപ്പം ഞായറാഴ്ച ഈ ബോട്ടിൽ കാമ്പൗണ്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ഞാനും എൻ്റെ ഒരു കൊച്ചപ്പൻ്റെ മോനും അന്ന് ആ ബോട്ടിൽ ഉണ്ട്. ഞങ്ങൾ കാമ്പൗണ്ട് കൊടുക്കാനായിട്ട് വള്ളത്തിലാണ് ആദ്യമേ, വള്ളത്തിൽ കയറിപ്പോണം. അങ്ങനെ വള്ളക്കാർ വരാൻ സമയം താമസിച്ച്, ഞങ്ങൾക്ക് ചോറുണ്ണാൻ്റെ സമയമായി. അപ്പോൾ ഈ വള്ളക്കാർ വരാത്തത് കൊണ്ട് ഞങ്ങളുടെ ബോട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലിൽ ഇറങ്ങി നീന്തി കര വരാമെന്ന് പറഞ്ഞുകൊണ്ട് കടലിൽ ഇറങ്ങി നീന്തി. അപ്പോൾ എനിക്ക് ഈ കടലിൽ നീന്തി പരിചയമില്ല. നീന്തറിയാമെങ്കിലും ഈ കടലിലായിട്ട് ഈ കരക്കോട്ട് വരുമ്പോൾ തിരയടിക്കുമ്പം ഉൾഭയം തോന്നി, ഭയങ്കരമായ പേടി തോന്നി. അപ്പോൾ ഈ അന്നേരം കൂടെ ഇന്ന ആൾ പറഞ്ഞു, എന്നാൽ നമുക്ക് തിരിച്ച് നീന്താമെന്ന് പറഞ്ഞു. അപ്പോൾ പടിഞ്ഞാറുനിന്ന് കാറ്റും ഈ തിരിച്ച് നീന്തിയപ്പോൾ കയറുന്നില്ല, അങ്ങ് പടിഞ്ഞാട്ട് കയറുന്നില്ല. അപ്പം എൻ്റെ കയ്യിലൊരു കന്നാസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൊച്ചപ്പൻ്റെ മോൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ മരിച്ചുപോയി. സേവ്യർ എന്നാ പേര്, അവൻ മരിച്ചുപോയി. അപ്പം ഞാൻ എന്നാൽ നീ ഇത് പിടിച്ചോടാമെന്നും പറഞ്ഞുകൊണ്ട് അവന് ആ കന്നാസിട്ട് കൊടുത്ത് ഞാൻ നീന്തിയപ്പോൾ ഞാൻ പിന്നെ കുഴഞ്ഞ് അങ്ങനെ അവൻ നിലവിളിച്ച്. അവർ ദൈവഭാഗ്യം എന്നുള്ള പോലെ 2 ദൂതന്മാരെ അയക്കുന്ന കണക്കാണ്, 2 നമ്മുടെ ഒരു സുഹൃത്തുക്കൾ. അങ്ങനെ അവർ വേറെ ഇതാണ് പോലെ ഞങ്ങളെപ്പോലെ നീന്തി കരയ്ക്കോട്ട് വന്ന് അയാൾ വന്ന് എൻ്റെ കൈക്ക് താങ്ങി പിടിച്ച് മേളിലോട്ട് നിർത്തി. അങ്ങനെ അത് ബഹളം കേട്ട് നിലവിളി, മറ്റേ കൊച്ചപ്പൻ്റെ മോൻ ഭയങ്കരമായിട്ട് നിലവിളിച്ച് കിടന്നു. അങ്ങനെ കരയിൽ നിന്ന് വള്ളം ഇറക്കി വന്ന് അങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഈ ഭൂമിയിലുണ്ടാകത്തില്ല. അതൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അത്. അപ്പോൾ അത്രത്തോളം അന്നൊരുപാട് വിഷമിച്ച് പോയി, പേടിച്ചും പോയി, ഭയങ്കരമായ പേടിയായിപ്പോയി. പേടിച്ച് പിറ്റേന്ന് പനിയൊക്കെ ആയി. അങ്ങനൊരു വലിയൊരു അനുഭവം അങ്ങനെ ഉണ്ടായി. അതേപോലെ തന്നെ ഈ ചെറിയ ബോട്ടിൽ പോകുന്ന സമയത്ത് ഇതേപോലെ ഞാൻ സൈഡിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് അതിങ്ങനെ ഒരു എന്ന് പറയുന്ന ഒരു കമ്പൊക്കെ വെച്ച് സൈഡിൽ കെട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അതിലിങ്ങനെ പിടിച്ചപ്പോൾ അതിൻ്റെ കെട്ടഴിഞ്ഞ് പോയി, ഞാനങ്ങ് വെള്ളത്തിൽ അത് ആലപ്പുഴ ആങ്കർ ചെയ്ത് പണിയുന്ന സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ബോട്ട് പിന്നെ ഓടി തിരിച്ച് കറങ്ങി വന്ന് എന്നെ എടുത്ത്. അപ്പം നീന്തറിയാവുന്നതുകൊണ്ട് ഈ 2 അപകടത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. ആഴങ്ങളിൽ എനിക്ക് മറക്കാൻ പറ്റാത്തത് ഈ തലശ്ശേരി വെച്ചുണ്ടായ അനുഭവമാണ്. അത് ദൈവം ഞാൻ പറഞ്ഞല്ലോ, ദൈവം മാലാഖമാരെ അയച്ച് ദൂതന്മാരെ അയച്ചെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ 2 ദൂതന്മാരെ അയച്ചാണ് അവരെന്നെ താങ്ങി നിർത്തിയത്. അവർ വന്ന് ഒരാൾ എന്നെ എടുത്ത്, മറ്റേ ആൾ എൻ്റെ കൊച്ചപ്പൻ്റെ മോനെ അടുത്ത ആളും പിടിച്ചിങ്ങനെ മേളിലോട്ട് കൈ താങ്ങി നിർത്തിയിട്ട് പറഞ്ഞിങ്ങനെ പതച്ച് കിടക്കാൻ പറഞ്ഞു, വെള്ളത്തിന് വേണ്ടി കൈയിട്ടടിച്ചിരുന്നാൽ മതി. അപ്പോൾ ക്ഷീണിച്ചു പോയതുകൊണ്ട് നമ്മൾ അന്നേരം താഴെ പോവും. പക്ഷേ അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇടപെടലാണ്. അന്നേരം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഒന്ന് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചത് അന്ന്. അതുകൊണ്ട് അത്രയും, അല്ലെങ്കിൽ അന്ന് പോക്കാം. അന്ന് എനിക്ക് ഏതാണ്ട് 18 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, 18 വയസ്സേ ഉള്ളൂ അന്ന്. ഈ ആദ്യം സ്രാങ്കാട്ട് പോകുന്നതും ഇങ്ങനെ ഒരു വലിയ വീട്ടിൽ, എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ ഞാൻ ഡെക്കാൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. 1 വർഷം അതിനകത്ത് പോയി. അതായത് ചാർലി ജോസഫ്, ഇന്നത്തെ ഏറ്റവും വലിയ ഇവിടെ മലയാളിയാണ്, ചാർലി ജോസഫ് അമ്മാച്ചൻ്റെ ബോട്ടിലാണ് ഞാൻ 1 വർഷം ഡെക്കാൻ്റായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഇതേ കണക്കല്ല, നേരത്തെ പറഞ്ഞ കണക്കൊരു അനുഭവമായിരുന്നു. അന്ന് ഞാൻ ഡെക്കാൻ്റായിട്ട് പോകുന്ന ആ ബോട്ടിൽ ചെന്നപ്പോൾ അതിനകത്ത് ആ ബോട്ട് അവർ നേരത്തെ പണിക്ക് വിട്ടുപോയപ്പം വേറൊരു ബോട്ടിൽ ആ സ്രാങ്ക് നെഞ്ചുവേദനയായിട്ട് കരയിരിക്കുക ഞാൻ ചെല്ലുമ്പോൾ. ഇന്ന് അയാൾ ജീവിച്ചിരിപ്പില്ല. അന്ന് ആ പോയ ബോട്ടിൽ സ്രാങ്കും ഇല്ല. ആ സ്രാങ്ക് ഇപ്പോൾ അടുത്ത സമയത്താണ് മരിച്ചത്.
മറ്റൊരാൾ നെഞ്ചുവേദനയായിട്ടിരിക്കുന്നു പറഞ്ഞാൽ എന്നെ സ്രാങ്ക് യഥാർത്ഥത്തിലാക്കിയത് അയാളാണ്. അപ്പോൾ അയാൾ നെഞ്ചുവേദന എന്ന് എൻ്റെ അടുത്ത് ഔസേപ്പേ നീ നിനക്ക് ബോട്ട് കൊണ്ടുപോകാവോ എന്നെടുത്ത്. ഞാൻ അതുവരെ ബോട്ട് കൊണ്ടുപോയിട്ടില്ല, സ്രാങ്കായിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പം കക്ഷി ചോദിച്ച് ഇങ്ങനെ എനിക്ക് ഭയങ്കരമായ നെഞ്ചുവേദന, എനിക്ക് വീട്ടിൽ പോകണം, നീ ബോട്ട് ഇന്നത്തേക്ക് നീ ബോട്ട് കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാം. അങ്ങനെയാണ് ആ ബോട്ട് വിമലാംബിക ആണ് ആ ബോട്ടിൻ്റെ പേര്. എൻ്റെ ഒരു അമ്മച്ചൻ്റെ വകയിലൊരു അമ്മച്ചൻ്റെ ബോട്ട് തന്നെയാണ് അതും. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് ആ ബോട്ടിൽ പണിക്ക് പോയി ഒരൊറ്റ വല വലിച്ചോളൂ. അന്ന് കിളിയും കരിക്കാടിയുമായിട്ട്, അതായത് എന്നെ കരയിട്ടുകൊണ്ട് പോയ ബോട്ട് കര വരുന്നതിന് മുമ്പേ അവരേക്കാൾ കൂടുതൽ ക്യാച്ചിങ്ങുമായിട്ട് ഞാൻ 10 മണിയായപ്പോൾ ആ ബോട്ടിൽ പണിക്ക് പോയ സമയത്ത് കര വന്ന്. അപ്പോൾ എൻ്റെ അമ്മച്ചൻ ചാർലീസ് അമ്മാച്ചൻ മറ്റേ മൈക്കിളിയേട്ടനെ കളിയാക്കി, നീ അവനെ കരയിട്ടുകൊണ്ട് പോയല്ലോടാ, എന്നിട്ട് നീ എന്തോ അതിനൊക്കെ കൂടുതൽ പണി പിടിച്ചോണ്ടോ, നീ ഇപ്പം 4 മണിയായപ്പോഴല്ലേ വന്ന, അവൻ 10 മണിയായപ്പോൾ കരിക്കാടിയും കിളിയായിട്ട് കര വന്നു. അങ്ങനെ ഒരു ഭയങ്കര, എനിക്ക് ആദ്യമായിട്ട് സ്രാങ്കായിട്ട് പോയപ്പോൾ ഒരു ഭയങ്കര ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ്. ആഴിൻ ആഴങ്ങളിൽ ഞാൻ ഈ കടലിൽ പോകുന്ന സമയത്തേ കൂടുതലും പ്രാർത്ഥന മാതാവിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. എനിക്കൊരു ഒറ്റ ഇതേ ഉള്ളൂ, ഞാൻ മോട്ടിക്കാനും കക്കാനും ഒന്നും അല്ലല്ലോ പോകുന്നത്. കടലിൽ പോകുന്നതേ നമ്മുടെ അന്നം തേടി പോകുന്നത്, നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് പോകുന്നതാണ്. അപ്പം നല്ല കടലുള്ള സമയത്തൊക്കെ കയറി ആരെങ്കിലും ഒരു ബോട്ട് പണിക്ക് കയറി പോകുകയാണെങ്കിൽ രണ്ടാമതായിട്ട് ഞാൻ കയറിപ്പോയിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വലിമയല്ല, അത് എന്തോ ഒരു മനസ്സാണ്. അന്നേരം അത് കടലിൽ പോകണം, അങ്ങനെ ആ ഒരു പേടിയില്ലാതെ അന്നേരം കയറി ഒരുപാട് ആൾക്കാർ അതിന് കുറ്റവും പറഞ്ഞിട്ടുണ്ട്. കടലിൽ കയറി പോകുന്ന ആൾക്കാർ വന്ന് കാത്തു നിന്നിട്ടുണ്ട്, അങ്ങനെ ബോട്ട് വന്നില്ല എന്ന് പറയും. പിന്നെ പോയാൽ എന്തെങ്കിലും ദൈവം നമുക്ക് ഒരു കടലുമായിട്ടൊരു പൊരുത്തമുണ്ട്. കടലിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അന്നത്തിനില്ലാതെ നമുക്ക് ദൈവം ചുമ്മാതെ കയറി. ഇന്ന് ഞാൻ പോയ സമയത്ത് ഡീസൽ കടം വന്ന് ബോട്ട് കര വന്നായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ പോയി എന്തെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പിതം പോലെ അതൊരു ചിലരൊക്കെ രാശി പൊരുത്തമെന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞതുപോലെ കടലിൽ പോയി എന്തെങ്കിലും കിട്ടും. അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ കിട്ടിയിട്ടുണ്ട്. 83 ഞാനിങ്ങനെ ഒരു ബോട്ടിൽ സ്രാങ്കാട്ട് പോകുന്ന സമയത്ത് 83 കാലയളവിൽ, അപ്പം അതായത് കറുപ്പായ അലുഷി എന്ന് പറയുന്ന ആളുടെ ബോട്ടിലാണ് ഞാൻ പോയത്. അവരുടെ അങ്ങനെ പണിക്ക് പോയി ബോട്ട് നിറച്ച് വലയ്ക്കകത്ത് മീൻ കയറി. അത് ചാളയായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ കൂടെ കോഴിത്തോട്ടത്തുള്ള ഒരു ഡെക്കാൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ബോട്ട് നിറച്ച് മീൻ കറിയപ്പോൾ ഈ ബോട്ട് താഴോട്ട് ഇങ്ങനെ ഇരുത്തി ഞാൻ പറയടാ 2 പുള്ളി മീൻ നമുക്ക് കളയാം, ഇങ്ങനെ മുറിച്ച് നീ 2 പുള്ളി എടുക്കണ്ട. അപ്പോൾ അവൻ പറഞ്ഞു അച്ഛൻ ചുമ്മാ തിരിച്ചു, അവൻ്റെ പേര് ക്രിസ്റ്റഫർ എന്നാണ്, അവനിപ്പോൾ വലിയ സ്രാങ്ക. അപ്പോൾ അവൻ പറഞ്ഞ് ചുമ്മാ തിരിച്ച കടപ്പുറത്ത് പച്ചയില്ല കിടക്കുന്ന സമയമാണ്, അന്ന് കരക്കാറ്റടിച്ച് കിടക്കുന്ന പച്ചയില്ല, അന്ന് മീൻ വളരെ കുറവാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ് ഇല്ല മീൻ മൊത്തം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മീൻ മൊത്തം എടുത്തു. അന്ന് ഇന്നത്തെ കണക്ക് പോലെ ഈ നമുക്ക് കമ്മത്തുമ്പ് ഈ ചാമ്പും മാത്രമേ ഉള്ളൂ, കാലുകൊണ്ട് വേണം വെള്ളം അടിച്ച് കളയാൻ. വേറെ ഇന്നൊക്കെയാണെങ്കിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഈ മോട്ടർ വെച്ച് വെള്ളം അടിച്ച് കളയാൻ. അന്ന് ചാമ്പും വെച്ച് നമ്മൾ കൈ കൊണ്ടോ കാലുകൊണ്ടോ അടിച്ച് കളഞ്ഞാലേ വെള്ളം പോകത്തുള്ളൂ. അപ്പോൾ ഈ ബോട്ടിൻ്റെ പെൻഡർ ഇങ്ങനെ മുങ്ങിയപ്പോൾ, ഈ ഇരുമ്പ് തടി ബോട്ട്, അപ്പം ഈ പെൻഡർ മുങ്ങിയപ്പോൾ ഈ ബോട്ട് ഇരുത്തി ആ പെൻഡറിൻ്റെ ഇടയ്ക്കൂടെ കയറിയ വെള്ളം മൊത്തം ഇഞ്ചൻ കള്ളിക്കകത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ കപ്ലിങ് മുങ്ങി വെള്ളം അടിച്ച് നമ്മുടെ ഈ അപകടമാണിത്. അങ്ങനെ ഡറാക്കിൽ ഒരു പുള്ളി മീൻ തൂക്കി നിർത്തിയിരുന്നു. അത് ഞാൻ തന്നെ ഓടിച്ചെന്നും കൊണ്ട് പിച്ചാത്തി കൊണ്ട് കീറി മീൻ മൊത്തം ചൊരിച്ച് വെള്ളത്തിൽ കളഞ്ഞ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷയില്ല. അപ്പോൾ ബോട്ട് ഇങ്ങനെ വെള്ളം ശരിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ ഇങ്ങനെ വല വലിച്ചുകൊണ്ട് ഞാൻ ബോട്ട് ഓടിച്ച് അവരുടെ ഇടയ്ക്ക് കയറ്റിയിട്ട് ഇവർ 2 പേരെ അടിപ്പിച്ചിട്ട് ബോട്ട് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ 2 കൂട്ടരും കൂടെ വന്നിട്ട് അവർ 2 സൈഡിലായിട്ട് പിടിച്ച് കെട്ടി നിർത്തിയിട്ട് അവർ കുറച്ച് മീനൊക്കെ അതിനകത്തുനിന്ന് കോരിയെടുത്ത് ഞാൻ പറയും ബോട്ട് കൊത്തിക്കളയല്ലേ. അപ്പോൾ അവർ ബോട്ട് ഉടനെ തന്നെ ഒരു സ്രാങ്ക് വന്നുകൊണ്ട് കൊത്തിക്കളഞ്ഞു. പീറ്റർ എന്ന് അയാൾ ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി. അയാൾ കൊത്തി, പിന്നെ ഒരാൾ എൻ്റെ കുമ്പാതിരിയാണ്. അപ്പോൾ അയാൾ കൊത്തിക്കളഞ്ഞപ്പോൾ മറ്റേ ആളും കൊത്തിക്കളഞ്ഞു. അങ്ങനെ ബോട്ട് താന്നു പോയി. അത് വലിയൊരു ഇതായിരുന്നു. അന്ന് ബോട്ട് നിറച്ച് മീൻ നല്ല കര വന്നാൽ നല്ല പൈസയും കിട്ടേണ്ടതാണ്. ഒരു വ്യക്തി വിചാരിച്ചതുകൊണ്ടാണ്. അപ്പോൾ അവർ 2 പേരും വിചാരിച്ചിരുന്നെങ്കിൽ ബോട്ട് കര കൊണ്ടുവരാമായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്ന ആളാണ് അത്രയും മീൻ ക്രമാതീതമായിട്ട് എടുത്തതുകൊണ്ടാണ് അങ്ങനെ അതൊരു ചരിത്രമായിട്ടുള്ള രീതിയിൽ ബോട്ട് മീൻ കയറി ബോട്ട് താന്ന ഒരു ചരിത്രമാണത്. ഞാൻ പണിക്ക് പോയ ബോട്ട്. ഞങ്ങളിവിടെ കൂടുതലും ഞങ്ങളുടെ മധ്യസ്ഥൻ സെൻറ്റ് ജോൺ ബ്രിട്ടോ പുണ്യാളനാണ്. അപ്പം ഞാൻ കടലിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ കടലിനൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ കൊച്ചിലെ പോയി സ്രാങ്കാട്ട് കൊണ്ട് വലിയ കടലിനെ കുറിച്ചൊന്നും വലിയ ജ്ഞാനമില്ലാത്ത സമയത്താണ് ഞാൻ സ്രാങ്കാട്ട് പോകുന്നതും. അതുകൊണ്ട് ഈ കടൽ എന്തെന്ന് അറിയാൻ മേത്
കയറിപ്പോവുകയും ചെയ്യും. തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ബലവായിട്ടുണ്ടായിരുന്ന ഒരു പ്രായമുള്ളൊരു എൻ്റെ അമ്മയുടെ ഒരു കൊച്ചപ്പനാണ്, ഈ എമ്മിലിയാൻ എന്ന് പറയും, മാട്ടയിൽ എമ്മിലിയാൻ പപ്പ പുറകു നിന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, മോനെ നീ പുറന്നോട്ട് നോക്കണ്ട, നീ ബോട്ട് നേരെ നോക്കി ബോട്ട് നേരെ ഓടിച്ചോളണമെന്ന് പറയും. വല്യപ്പൻ ഇവിടെ ഇരുന്നും കൊണ്ട് കടൽ വരികയാണെങ്കിൽ തടിയിലിട്ട്, അതായത് ഇഞ്ചൻ പെട്ടിക്കകത്തിട്ട് ചവിട്ടും. മോൻ അന്നേരം ബോട്ട് സ്ലോ കറക്റ്റായിട്ട് നേരെ നിർത്തി ബോട്ട് ഓടിച്ചോളണമെന്ന് പറയും. അതൊരു എനിക്ക് ഭയങ്കരമായൊരു ബലം തന്നത് മാട്ടയിൽ എമ്മിലിയാൻ പപ്പായ, എമ്മിലിയാൻ എൻ്റെ അമ്മയുടെ കൊച്ചപ്പനാണ് ആൾ. പക്ഷേ ആ അപ്പപ്പനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബലം തരുന്നത് കടലിന് ബോട്ട് ഓടുന്ന സമയത്ത്. പക്ഷേ ബോട്ട് ഓടി ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കടലിന് ഞങ്ങൾ 3 ബോട്ട് ഓടിയ കൂട്ടത്തിൽ പറയുമ്പോൾ സങ്കടം വരും, 2 ബോട്ട് കമന്നുപോയി. ഈ 2 ബോട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരൊറ്റ കടലിന് 3 ബോട്ട് ഓടി, 2 ബോട്ടും കമന്ന് ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ഭയങ്കര അത്ഭുതമാണത്, ദൈവത്തിൻ്റെ അത്ഭുതം. ഞാൻ അന്നേരം കടലിനോട് ജോൺ ബിട്ടോയെ എന്ന് വിളിക്കും. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അന്നേരത്തെ കാര്യം ഓർത്തു വരുമ്പോഴേ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം എത്രത്തോളം രക്ഷപ്പെടുത്തി. 2 ബോട്ട് പറയുമ്പോൾ ആളുകൾ ഇപ്പം നമുക്ക് അന്നേരത്തൊന്നും തിരിച്ച് ബോട്ട് തിരിക്കാനോ എടുക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവരൊക്കെ ഉടനെ ആരും പുറകിന് വന്ന ബോട്ടിൽ ആ ബോട്ടിലെ ആൾക്കാരെ എല്ലാവരും എടുത്ത് ഓരോ ബോട്ടിനെ എനിക്കറിയാം, സച്ചു എന്ന ബോട്ടിന് പേര്. അതിന് ഓണർ മരിച്ചുപോയി, കാച്ചി വിൻസെൻ്റ് അയാളുടെ പേര്. അയാളുടെ ബോട്ട്, ആ ബോട്ടിൻ്റെ പേര് സച്ചു എന്നായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് ഓടിയ സമയത്ത് 2 ബോട്ട് മറിഞ്ഞാൽ ഒരു ബോട്ട് ആ ബോട്ടാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടാൻ പറ്റത്തില്ല. പുറവ് വന്ന ആളെ എടുത്തവർ, പുറവ് വന്ന ബോട്ടുകാർ ആളെ എടുത്ത്. അതൊരു ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കടലിൽ പോയ കൂട്ടത്തിൽ. ഞാൻ ഈ ദൈവത്തിൽ നിലനിർത്താതെ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ ഓരോ ഇടപെടലും. എന്നെ ദൈവം കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ആപത്ത് വന്നാലും ദൈവത്തിൻ്റെ തുണയുണ്ടാകും അവിടെ. പരിശുദ്ധ അമ്മയും പിന്നെ ദൈവവും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ മുമ്പോട്ട് പോകത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ഇരിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിപ്പോൾ ഞാനിതെല്ലാം പറയുന്നതും. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ബോട്ട് എടുക്കുന്നതെന്ന് പറയുന്നത്, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ സ്വത്ത്, അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്ത് അങ്ങനെ സുരുക്കൂട്ടി 71,000 രൂപയ്ക്കാണ് ആദ്യമായിട്ട് ഞാനൊരു ബോട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ബോട്ട് എടുത്ത് അതിൽ നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുപോയി പ്രവർത്തിച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, അങ്ങനെ അതിൽ നിന്ന് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പുതിയ ബോട്ട് വെക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ബോട്ട് വെക്കുന്നു. അങ്ങനെ ഒരു 3-4 ബോട്ടോളം ഞാൻ വെച്ച് എടുത്ത്. അപ്പോൾ അത് അന്നും ഞാൻ ബോട്ടിൽ കടലിൽ പോവുക. അപ്പം ഈ സ്വന്തം അന്ന് ജോലി ചെയ്തതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് വേറെ ആൾക്കാരൊക്കെ കടലിൽ പോകുന്നത്, ശ്രാങ്കന്മാരെ വെച്ച് നമ്മൾ പണിക്ക് വിടുന്നത്. അന്ന് സ്വന്തമായിട്ട് അധ്വാനത്തിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ ഉയർന്നതും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണത്. പിന്നെ ഈ കൊച്ചിലെ ഉള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ, അത് ഞാൻ ഈ ബോട്ടിൽ പോയി തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ കാമ്പൗണ്ട് കൊടുത്തിരിക്കുന്ന സമയത്ത് തിളച്ച കാമ്പൗണ്ട് വന്ന് എൻ്റെ കാലിൽ വന്ന് വീണിട്ട് 1 മാസത്തോളം ഞാൻ ആശുപത്രി കിടന്നു. അപ്പോൾ അങ്ങനെ അത്രത്തോളം ജോലി സ്ഥലത്തൊക്കെ അത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ വീടിന് വേണ്ടിയിട്ട്, അന്ന് കല്യാണം കിട്ടിയിട്ടില്ല, കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ത്യാഗം ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മൾ ഈ കടലിൽ പോയ ഈ ഫിഷിംഗ് മേഖലയിൽ പറയാനാണെങ്കിൽ കൊച്ചിലെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കരിക്കാടി സീസൺ എന്ന് പറഞ്ഞ സീസൺ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കതില്ല. അന്ന് ഒരു കൊട്ട കരിക്കാടിക്ക് 5 രൂപ വിലയുള്ളൂ. ആ സമയത്ത് പുഴുങ്ങിയിട്ട് അത് നമ്മൾ എടുത്ത് അടിച്ച് പരിപ്പാക്കി കൊടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ എല്ലാം മാറി, ഇപ്പോൾ ആ സീസണും ഇല്ല, അതെല്ലാം മാറി. അത്രത്തോളം കഷ്ടപ്പെട്ട് അന്ന് ജീവിച്ച നോർവേക്കാർ വന്ന് ഈ ട്രോളിംഗ് ഫീൽഡ് കണ്ട് എത്തിയത് കൊണ്ട് ഈ ശക്തികുളങ്ങര എന്ന് പറയുന്നത് ഇന്നിങ്ങനെയായി. അതായത് നോർവേക്കാർ വന്നതുകൊണ്ടുള്ള മാറ്റമാണ് നമുക്കിവിടെ വന്ന്. അത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ നല്ല കഴിവുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കഴിവനുസരിച്ച് മെത്തേഡ് മാറ്റി
മീൻപിടുത്തത്തിൽ മുൻപന്തിയിൽ വന്നു. അങ്ങനെയാണ് ഈ ശക്തിയുള്ളങ്ങയുടെ അഭിവൃദ്ധി ഉണ്ടായത്. ഇപ്പം ക്രമാതീതമായിട്ടുള്ള മീൻപിടുത്തവും നമ്മുടെ കടലിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ലൈറ്റ് വെച്ചുള്ള മീൻപിടുത്തവും അങ്ങനെ ഒരുപാട് അശാസ്ത്രീയമായ മീൻപിടുത്തമാണ് ഇപ്പം നടക്കുന്നത് മൊത്തം. അപ്പം നമുക്ക് മുമ്പുള്ള മീൻപിടുത്തവും ഇപ്പോഴത്തെ മീൻപിടുത്തമായിട്ട് നോക്കുമ്പം ഇത് നാശത്തിൻ്റെ വഴിയിലോട്ടാണ് ഇപ്പോഴത്തെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാൽ ഒരുപാട് ഖേദമുണ്ട്. അത് ഞാൻ തന്നെ എത്ര പറഞ്ഞാലും ഞാൻ സംഘടനയിലുള്ളതാണ്, അസോസിയേഷനകത്തുണ്ട്. പക്ഷേ ഞാൻ തന്നെ പറയുന്നു, ഇങ്ങനെയുള്ള മീൻപിടുത്തം നമുക്ക് ഒഴിവാക്കണം. ഈ രാത്രികാല ട്രോളിംഗ് എന്ന് പറയുന്നത് ഇപ്പം വലിയ വല വെച്ചിട്ട് രാത്രി കര വലിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ബോട്ടുകൾ വലിച്ച് അങ്ങനെ കടലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീൻപിടുത്തത്തിലാണ്. അതിൻ്റെ അവസ്ഥയാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. കടൽ കര ഭയങ്കര ശോചനീയമായിട്ടാണ് ഇപ്പോൾ ഈ ഫിഷിംഗ് മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആഴിയിൻ ആഴങ്ങളിൽ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വന്നതിന് ശേഷം ആത്മീയമായിട്ട് ഒരുപാട് മാറ്റമെന്ന് പറയുന്നത്, ഞങ്ങൾ മുടങ്ങത്തില്ല. ദിവ്യബലി ഇവിടെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങത്തില്ല. അഥവാ എന്തെങ്കിലും ആശുപത്രിയിൽ പോയോ സമയത്തിന് എത്താൻ പറ്റാതെയോ ഞങ്ങൾ പാതിരാത്രി ആയാലും ഞങ്ങളിരുന്ന് കൊന്ത പഠിച്ച് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ടേ ഞങ്ങൾ കിടക്കത്തുള്ളൂ. അതേപോലെ മക്കളെയും ഞങ്ങൾ പ്രാർത്ഥന പഠിക്കുമ്പോൾ സന്ധ്യാനാമം എൻ്റെ മക്കളെവിടെ പിടിച്ചിരുത്തി ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. അതിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയിട്ടില്ല. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു മുടക്കം വന്നിട്ടുള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ. എൻ്റെ ഭാര്യയുടെ പേര് ലീല. ഒരു മോൻ മൂത്തത് അവൻ്റെ പേര് ജിജോ ജോസഫ്. രണ്ടാമത്തത് മോള്, അവളുടെ പേര് ജിജി ജോസഫ്. രണ്ടുപേരും കല്യാണം കെട്ടിയിട്ടുണ്ട്. മോന് 4 മക്കളുണ്ട്. ഒരു മോളും 3 ആൺമക്കളും. മോക്ക് 2 മക്കൾ, ഒരു മോളും ഒരു മോനും. മോള് ഷാർജയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവർ ഫാമിലിയായിട്ട് ഇപ്പോൾ അവിടെയാണ്. മോൻ എൻ്റെ കൂടെ ഇല്ല, അയാൾ മേടേമുക്കിൽ. അയാളും ഗൾഫിൽ ആണ്, എന്നാലും അയാളിപ്പോൾ ഇവിടെ ഉണ്ട്. മേടേമുക്കിലൊരു വീട്ടിൽ പ്രത്യേകമാണ് താമസിക്കുന്നത്. കുഴപ്പമില്ലാതെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കടലിൽ പോയി ഒരുപാട് അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ട്, അപകടത്തിൽ വീണിട്ടുണ്ട്. എല്ലാം ദൈവം അവിടുന്ന് കാത്തു പരിപാലിച്ച ദൈവത്തിന് കൊടാനോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.